ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഇവിടെ ഫോറംസ് അവൈലബിൾ ആണ് ഇത്തരം ഗ്രീവൻസസ് അഡ്രസ് ചെയ്യാനായിട്ട്. അത് ഉപയോഗിക്കുക, പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഒരു അതിവൈകാരികതയുടെ മുകളിലോ മറ്റോ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് നമ്മളുടെ ഗ്രീവൻസസ് മുഴുവൻ കൊണ്ടുപോയാൽ ഉണ്ടാകാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ക്യാവോസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇതിനകത്തുനിന്ന് ഇനിയെങ്കിലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണല്ലോ സംസാരിക്കാനായിട്ട്. ഞങ്ങളെല്ലാം ഇത് ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ 2012 ഗ്രാൻഡ് മാസ്റ്റർ ചെയ്യുമ്പോൾ ജിത്തു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉണ്ണിയേട്ടാ എൻ്റെ മെമ്മറീസുമായിട്ട് നല്ല സാദൃശ്യമുണ്ടെന്ന് കേട്ടു. അപ്പം ഞാൻ ജിത്തുവിനോട് പറഞ്ഞു, ഞാനിത് 2005 തോന്നുന്നു ഏഷ്യാനെറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് വിജി തമ്പി ഞാനും കൂടി ചെയ്തതിൽ ഒരു കഥയാണ് ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ കഥ. അപ്പം അന്ന് മുതലുള്ളതിന് ഞാൻ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ക്യാരക്ടർ മാറ്റിയപ്പോൾ അത് ജിത്തുവിൻ്റെ മെമ്മറീസുമായിട്ട് ഭയങ്കര സാദൃശ്യം വന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിലത് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു രണ്ടുപേരുടെയും സിനിമ. ആ 2 സിനിമയും നന്നായി. അപ്പോൾ ഇത്തരം ഒന്നുകിൽ നമ്മൾ വ്യക്തിപരമായിട്ട് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരുണ്ട് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം, സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ വളരെ ഇപ്പം ഞങ്ങൾ ഇത് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അംഗമല്ലാത്തതുകൊണ്ട് ഇവിടെയില്ല. ഞങ്ങൾ നിഷാദ് കോയെ ഡിസോൾവ് ചെയ്യുന്നതൊന്നും ഇതിനകത്ത് ഒരു അർത്ഥവുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹവും അഫക്റ്റഡ് പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ നടക്കാതെ പോകുന്നതിൻ്റെ വിഷമം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഇതിനകത്തെ ഒരു ക്രമപ്പെടലാണ് വേണ്ടത്. ഇതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ നമുക്ക് ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും. അത് ആരാണ് ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ളവർ കൂടിയാണ്. കാരണം നമ്മൾ ആ കാര്യങ്ങൾ റേസ് ചെയ്യുമ്പോൾ അതിനെ ആ അർത്ഥത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്യുകയും സഹായിക്കുകയും വേണം. അപ്പം ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എഴുത്തുകാർക്കിടയിൽ സംഭവിക്കുന്ന എന്തോ ഒരു, ഞാൻ നേരത്തെ താങ്കൾ ചോദിച്ച പോലെ ഒരു വിചിത്രമായ ആകസ്മികത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ ഞങ്ങൾ ഇതിനകത്ത് ഷാരിസിനെയും നിഷാദ് കോയെയും പോലെ തന്നെ ഞങ്ങൾ ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി ഞങ്ങളുടെ എമ്പതിയും സോളിഡാരിറ്റിയും രാജീവ് എന്ന ചെറുപ്പക്കാരനൊപ്പമാണ്. അയാൾ ഇതുവരെ ഒരു സിനിമയും ചെയ്തിട്ടില്ല. അതോടുകൂടി അയാൾ വർഷങ്ങളായിട്ട് ഒരു എഴുത്തിൽ നിന്ന് അയാൾ മടുപ്പ് കൂട്ടിയിട്ട് സിനിമ നടക്കാതെ വന്നിട്ട് അയാളിപ്പോൾ വേറൊരു തൊഴിൽ മേഖല കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ എന്തായാലും അയാളോട് ഇനിയും എഴുതാൻ ആവശ്യപ്പെടുന്നുണ്ട്. അയാളുടെ ഒരു സിനിമ സാധ്യമാക്കാനുള്ള സാധ്യതകളും ഞങ്ങൾ ആലോചിക്കുന്നു. ഇത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം ഈ PDF അയച്ച സമയത്ത് ലിജോ അത് ഓപ്പൺ ചെയ്ത് നോക്കിയില്ല എന്ന് പറഞ്ഞല്ലോ, അതിനൊരു ഡിജിറ്റൽ തെളിവായിട്ട് പറയപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് ഒരു PDF ഓപ്പൺ ആക്കാതിരുന്നത്? ചിലപ്പോൾ അദ്ദേഹം ഷൂട്ടിങ്ങിന്റെ ഒരാഴ്ച മുമ്പ് തിരക്കിലായിരുന്നു. അദ്ദേഹത്തിന് അത് വലിയ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിന്റെ ആ പടം കഴിഞ്ഞിട്ടല്ലേ മറ്റൊരു പടത്തിന്റെ PDF കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിനകത്ത് അതിനേക്കാൾ വലിയ ഒരു ഡിജിറ്റൽ തെളിവ് എന്ന് പറയുന്നത് ഷാരിസിന്റെ തന്നെയാണ്. ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഡിജോയിലേക്ക് ഇത് പോകുന്നത്? ഇതിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആരുടെയാണ്? ഷാരിസിന്റെയാണ്. അതിന്റെ ഡേറ്റ് ആണ് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞത്. അതിന് വേറൊരു സംവിധായകനായിരുന്നു. ആ സംവിധായകൻ ഇതിന്റെ ടൈറ്റിൽ കാർഡിൽ അയാൾക്ക് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു പ്രൊഡ്യൂസറാണ് ചെയ്യാനിരുന്നത്. ഇതിനെല്ലാം ആ ഡ്രാഫ്റ്റിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. എന്താണ്, ആൽക്കമിസ്റ്റ് എന്നല്ലേ പേര്? അങ്ങനെയാണ് അദ്ദേഹം അത് ആദ്യം ടൈറ്റിൽ ചെയ്തത്. ആൽപ്പറമ്പിൽ ഗോപി PSC കെമിസ്ട്രി എന്ന മറ്റായിരുന്നു അതിന്റെ ടൈറ്റിൽ. അപ്പോൾ അതുവരെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റിദ്ധാരണകൾ എന്ന് തന്നെ പറയാം. അത് സംഭവിച്ചത് ഇതിനേക്കാൾ നന്നായി ഇത് കൈകാര്യം ചെയ്യപ്പെടുമായിരുന്നു ഇത്തരത്തിലുള്ള ഫോറംസ് അവർ യൂസ് ചെയ്തിരുന്നു എന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് നിഷാദ് കോയ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ തുറന്നിട്ടില്ലെങ്കിൽ പോലും ഒരു PDF നിഷാദ് കോയ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതുപോലെ നിഷാദ് കോയ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയതാണ്, ഈ പോസ്റ്റ് ഇടുന്നതിന് മുൻപ് വക്കീലുമായി ലിസ്റ്റിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് നിഷാദ് കോയ വ്യക്തമാക്കിയതാണ്, ഇങ്ങനത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിഷാദ് കോയ ഇദ്ദേഹത്തോട് സംസാരിക്കുകയാണെങ്കിൽ അത് നേർക്ക് നേരുള്ള സംസാരം. ഒരു വക്കീൽ എന്ന് പറഞ്ഞാൽ ഈസ് ആക്ടിങ് ലീഗലി അല്ലേ? വക്കീലല്ലേ വിളിക്കുന്നത്.
വക്കീൽ വിളിച്ചപ്പോ ലിസ്റ്റ് എന്ത് പറഞ്ഞു? എന്റെ സിനിമ നാളെ റിലീസ് ചെയ്യാൻ പോവാണ്, നിങ്ങളിപ്പോ ഒരു വക്കീൽ വിളിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? ഇപ്പോഴും അദ്ദേഹത്തിന് ആ ഓപ്ഷൻ ഓപ്പൺ ആണല്ലോ, അല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എപ്പോ നടന്നു? ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുൻപ്. അപ്പൊ അങ്ങനെ നടന്നിട്ട് എന്താ കാര്യമുള്ളത്? പടം ഇറങ്ങല്ലേ? എപ്പോഴായിരുന്നു നടക്കേണ്ടിയിരുന്നത്? അതാണ് ചോദ്യം. എപ്പോഴായിരുന്നു നടക്കേണ്ടിയിരുന്നത്? നിഷാദ് എന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണ്? അതുപോലെ ഡിജോനി PDF അയച്ചു എന്നാണ് പറഞ്ഞത്. അതെ, ഇതിന്റെ അകത്ത് തുറന്നു പറഞ്ഞാൽ ആയിരക്കണക്കിന് മെസ്സേജുകൾ PDF അയച്ചു. ഒരാൾക്ക് PDF അയക്കുന്നു, തുറക്കേണ്ടത് ആരുടെ സ്വാതന്ത്ര്യമാണ്? തുറന്നിട്ടില്ലെങ്കിലും അവിടെ ഇങ്ങനൊരു സിമിലാരിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണല്ലോ ആ PDF അയച്ചത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതിനകത്ത് നിങ്ങളൊരു അക്യൂസേറ്ററി നിലപാട് എന്തിനാ എടുക്കുന്നത്? അദ്ദേഹം ഒരു PDF അയക്കുന്നു, ഇദ്ദേഹം ഷൂട്ടിങ്ങിന്റെ ഒരു ആഴ്ച ഷൂട്ടിംഗ് ഉള്ളൂ, അദ്ദേഹം അത് തുറന്നില്ല. എന്തിനാണ് അദ്ദേഹം PDF അയക്കുന്നത്? തുടങ്ങാൻ പോകുന്ന ഒരു സിനിമ അതുകൊണ്ട് നിർത്തി വെക്കുമായിരിക്കും. അതുകൊണ്ട് നിർത്തി വെക്കൂ. താങ്കൾ പറയൂ, ഞാനൊരു PDF അയക്കുകയാണ്, ഒരു സിനിമ ഒരു നിർമ്മാതാവ് അതിനകം തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ലൊക്കേഷനും എല്ലാം ഫിക്സ് ചെയ്ത് പൂർണ്ണ ബോധ്യമുണ്ട് ഒറിജിനൽ സ്റ്റോറിയാണ് അതെന്നുള്ളത്. ആരുടെ? ഷാരിസിന്റെ. നിങ്ങൾ പിന്നെയും ഡിജോയിലേക്കാണ് പോകുന്നത്. ഇതിന് എഴുത്തുകാരന്റെ റൈറ്റിനെയാണ് നിങ്ങൾ ഹനിക്കുന്നത്. ആരുടെയാണ് പ്രോപ്പർട്ടി? ഈ സ്റ്റോറിയുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആർക്കാ ഉള്ളത്? ഡിജോയ്ക്കാണോ? ലിസ്റ്റിൽ പൈസ കൊടുത്ത് സ്വന്തമാക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? ഷാരിസിന്റെ കയ്യിൽ നിന്നാണ്. അത് ഡിജോയ്ക്ക് ഒരു PDF അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ നാം സംഭവിക്കാൻ പോകുന്നത്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ വിഷയമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുന്നേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നൊരു ആശയം. പക്ഷേ നിഷാദ് കോയ വ്യക്തമാക്കിയില്ല. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. ഞാൻ ചോദിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന ഒരു വക്കീലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ അടുത്ത് ഒരു വക്കീൽ വിളിച്ച് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ രണ്ട് കാര്യമേ പറയുള്ളൂ. എന്റെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ സഹപ്രവർത്തകനാണെങ്കിൽ അദ്ദേഹം എന്നോട് വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സംഘടനകളുണ്ട്. ഒരു വക്കീൽ വിളിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഒരു റിലീസിന് തലേ ദിവസം നിൽക്കുന്ന ആള് എന്ത് പറയും? നിങ്ങൾ നിയമപരമായിട്ട് മുമ്പോട്ട് പോകും. അതിനുള്ള ലിസ്റ്റിനെടുത്ത നിലപാട് അതിനെന്താ? ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാനാണ് മോഷ്ടിച്ചത്. ലിസ്റ്റിൽ എങ്ങനെയാണ് പാർട്ടിയാകുന്നത്? ഡിജോ എങ്ങനെയാണ് ഇതിനകത്ത് പാർട്ടിയാവുന്നത്? ഞാൻ ചോദിക്കുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം താങ്കളാണോ ഇന്റർവ്യൂ ചെയ്തത്? താങ്കൾ എന്തുകൊണ്ട് ചോദിച്ചില്ല? ആരാണ് ഇത് എഴുതിയത്? ഡിജോ ആണ് എഴുതിയത്. താങ്കൾക്ക് എന്തുകൊണ്ട് അത് ചോദിക്കാൻ കഴിഞ്ഞില്ല? ഈ തിരക്കഥ ആരാണ് എഴുതിയത്? ആരുടെയാണ് ആശയം? കഥ, തിരക്കഥ, സംഭാഷണം ആരുടെ സിഗ്നേച്ചറാണ്? അത് ഷാരിസിന്റെ ആണെങ്കിൽ ഈ കാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് ഷാരിസുമായിട്ട്, അല്ലാതെ ഡിജു ആയിട്ടല്ല. ഡിജു അങ്ങനെ ഒരു PDF എടുത്തിട്ട് അത് തുറക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചത്? നിങ്ങൾ പറയും, അത് തുറന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചത്? തുറന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഇത് മുഴുവൻ അവിടെയാണെന്ന് പറയാൻ അല്ലേ? നിങ്ങൾക്ക് തുറക്കാതിരിക്കാൻ പറ്റിയതാണ് അതിനകത്ത് ഏറ്റവും വലിയ അതെ. നിങ്ങൾ ഭാഗ്യമെന്നോ ദൈവാനുഗ്രഹമോ കൂടി അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച്. ഇവിടെ ഈ എഴുത്തുകാരുടെ സംഘടനയായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എഴുത്തുകാരുടെ സംഘടന വന്നത്? അത് അവരുടെ പ്രശ്നമായതുകൊണ്ടാണ്. ഇവിടെ സംഭവിക്കുന്നത് അറിയോ? ഇവിടെ പോലും എഴുത്തുകാരന് ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. ഇവിടെ പോലും എഴുത്തുകാരന് ക്രെഡിറ്റ് കൊടുക്കില്ല. ഇവിടെ പോലും സംവിധായകൻ എടുത്തോണ്ട് പോകാം. എഴുത്തുകാർക്ക് ക്രെഡിറ്റ് കൊടുക്കില്ല. അത് താങ്കളെ പോലെ വളരെ ഇന്റലിജന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് പോലും അത് തോന്നില്ല. ആ വ്യവസ്ഥയ്ക്ക് എതിരെ കൂടിയാണ് കേട്ടോ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. അതുകൂടിയാണ് ഇപ്പൊ പറഞ്ഞത്. എന്തുകൊണ്ട് ഇപ്പൊ നടന്ന മീറ്റിംഗിൽ അദ്ദേഹത്തോട് ചോദിച്ചില്ലേ അവിടെ നടന്ന മീറ്റിംഗ് അറ്റ്ലീസ്റ്റ് ഒരു ഇതുണ്ടാവില്ല? കാരണം ഇങ്ങനെ ഒരു ഇത്രത്തോളം താങ്കൾ പറഞ്ഞു സോഷ്യൽ മീഡിയ എത്ര ആക്റ്റീവാണ്, ഞങ്ങളൊക്കെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സിനിമ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം ആക്റ്റീവ് എന്ന് പറഞ്ഞു. അപ്പം എന്തുകൊണ്ട് എത്രയും മീഡിയ ഉള്ളപ്പോഴും അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള അസോസിയേഷൻ ഉള്ളപ്പോഴും എന്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല? സിനിമയുടെ തലേ ദിവസം ഇങ്ങനെ പോസ്റ്റ് ഇട്ടു എന്ന് പറയാൻ അതൊരു മറുപടി അല്ല. അത് അദ്ദേഹത്തിനോട് ചോദിക്കുകയും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളോട് പറയില്ല. അതിനാണ് ഇപ്പൊ അവർ അടുത്ത മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റ കാര്യം അവിടെ അദ്ദേഹത്തിന്റെ
ലീഗലായിട്ട് മൂവ് ചെയ്യാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ടെന്നും അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നും അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ല. അദ്ദേഹം ലീഗലായിട്ട് ചോദിച്ചു ബഹുമാനപ്പെട്ട കോടതി എങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ കണ്ടെത്തട്ടെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങളുടെ പ്രൈമറി ഗ്രീവൻസ് ഡിജോയുടെ അല്ല, അത് ഷാരിസിൻ്റെയാണ്. അത് വ്യക്തമാക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടാക്കുമ്പോൾ പോലും എഴുത്തുകാരന് അവരുടെ ഡ്യൂ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളെ അപ്രീസിയേഷൻ വരുമ്പോഴും അറ്റാക്ക് വരുമ്പോഴും ഒരുപോലെ എഴുത്തുകാരൻ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യത്തിൽ. അയാൾക്കാണ് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും. അത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും നിങ്ങൾക്ക് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇതുവരെ നിങ്ങൾ മുഖം പോലും അറിയാത്ത ഒരു എഴുത്തുകാരൻ എറണാകുളത്തുണ്ട് എന്ന് ഞാൻ പറയാനാണ്. 2015 ഈ സ്ക്രീൻ പ്ലേയുടെ കാതൽ പോകാതെ ഇതേ സ്ട്രക്ചർ ഞാൻ പറഞ്ഞില്ലേ, കഥ പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് എഴുതിയ ഒരാൾ കൂടി ഉണ്ട് എന്നുള്ളത് ഞാൻ. അപ്പൊ താങ്ക് യു.